ഇന്നത്തെ വിഷയം മാരിടൈം സ്റ്റഡീസ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. ഇതിൽ യഥാർത്ഥത്തിൽ മാരിടൈം സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും ഇന്ത്യയിലുള്ള ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സാധ്യതകളെ കുറിച്ചാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത് സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ മാരിടൈം സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ അതിൽ മറൈൻ ടെക്നോളജി ആണ് ഒരു പ്രധാനമായിട്ട് വരുന്ന ഒരു കാര്യം. മറൈൻ ടെക്നോളജീസ് എന്ന് പറയുമ്പോൾ അതിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ള തന്നെ നമ്മൾ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാനും സംരക്ഷിക്കുന്നതിനും ഇടപെടലുന്നതിനൊക്കെ ഇത് മറൈൻ എൻവയോൺമെന്റിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനുള്ള സാങ്കേതിക വിദ്യകളാണ് യഥാർത്ഥത്തിൽ മറൈൻ ടെക്നോളജി എന്നുള്ളത് കൊണ്ടുവരുന്നത്. അതിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അക്കാദമിക് കോഴ്സുകളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പ്രധാനമായിട്ടും വരുന്നത് നേവൽ ആർക്കിടെക്ചർ, മറൈൻ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഷിപ്പ് ബിൽഡിംഗ്. അത് നേവൽ ആർക്കിടെക്ചറോട് ചേർന്നിട്ടോ അല്ലാതെയൊക്കെ ആയിട്ടുള്ള ഷിപ്പ് ബിൽഡിംഗ് എന്നുള്ള ആ നിലക്കുള്ള കോഴ്സസ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. പിന്നെ ഹൈഡ്രോഡൈനാമിക്സ്, മറൈൻ ഹൈഡ്രോഡൈനാമിക്സ്, അതുപോലെ തന്നെ നോട്ടിക്കൽ സയൻസ്, നാവിഗേഷൻ, ആ നിലക്കുള്ള കോഴ്സസും പിന്നെ ഓഷ്യൻ ഇലക്ട്രോണിക്സ്, അണ്ടർ വാട്ടർ സ്റ്റഡീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ പിന്നെ മറ്റൊരു ഏരിയ മറൈൻ ട്രാൻസ്പോർട്ടേഷൻ, ലോജിസ്റ്റിക്സ് തുടങ്ങിയ മേഖലകളും യഥാർത്ഥത്തിൽ ഈ മറൈൻ ടെക്നോളജി എന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു വിശാലമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഇതെല്ലാം വരും. അത് ഏറ്റവും പ്രധാനമായും വരുന്ന അത് മറൈൻ എഞ്ചിനീയറിംഗ് ആണ്. യഥാർത്ഥത്തിൽ ഈ കപ്പലുമായി ബന്ധപ്പെട്ട് അതുപോലുള്ള ജലയാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത്തരത്തിലുള്ള വെസലുകളുടെ അവയുടെ ഓപ്പറേഷൻ, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മെക്കാനിക്കൽ ഉപകരണങ്ങളുടെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ മെയിൻ്റനൻസ്, ഇതെല്ലാം വരുന്നത്. അതുപോലെ തന്നെ കപ്പൽ നിർമ്മാണം, അതെല്ലാം വരുന്നത് കപ്പൽ നിർമ്മാണം നേവൽ ആർക്കിടെക്ചർ ആണ് വരുന്നതെങ്കിൽ പോലും കപ്പലിന്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ എല്ലാം മറൈൻ എഞ്ചിനീയറിംഗിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഷിപ്പിലുള്ള ഇപ്പം ഷിപ്പ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ വരുന്ന എഞ്ചിനുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ, അതുപോലെ മറ്റുപകരണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓക്സിലറി എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ മെയിൻ്റനൻസുകളും സർവീസുകളും എല്ലാം കപ്പലിന്റെ മറൈൻ എഞ്ചിനീയറിംഗ് സൈഡിലാണ് വരുന്നത്. ഇന്ത്യയിൽ മറൈൻ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട് പ്രധാനമായിട്ടും മറൈൻ എഞ്ചിനീയറിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള, അതുപോലെ തന്നെ മറ്റു ചില മാരിടൈം ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ മാരിടൈം മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളെല്ലാം പഠിക്കാനുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള മിനിസ്ട്രി ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസിന്റെ കീഴിലുള്ള 2008 മുതൽ പ്രവർത്തിക്കുന്ന സർവകലാശാലയാണ് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി. അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ചെന്നൈയിലാണ്. 6 ക്യാമ്പസുകളുണ്ട്. കൊച്ചി, ചെന്നൈ, വിശാഖപട്ടണം, കൊൽക്കത്ത, മുംബൈ പോർട്ട്, നവി മുംബൈ എന്നിങ്ങനെയുള്ള 6 ക്യാമ്പസുകളിലായിട്ടാണ് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി ഉള്ളത്. അപ്പം അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മാരിടൈം എന്നുള്ളത് സർക്കാർ വളരെയധികം പ്രോത്സാഹനം നൽകുന്ന ഒരു മേഖലയാണ്. ഇന്നലെ പോലും ആയിരക്കണക്കിന് കോടിയുടെ പ്രൊജക്ടുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഉദ്ഘാടനം ചെയ്യുന്നത്. അത് ഇന്ത്യക്ക് തന്നെ 2 തരത്തിലുള്ള ഒരു ഷോർട്ട് ടൈം വിഷനും ലോങ് ടൈം വിഷനും ഒക്കെ മാരിടൈമുമായി ബന്ധപ്പെട്ട് ഈ ബ്ലൂ എക്കണോമിയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഉണ്ട്. മാരിടൈം ഇന്ത്യൻ വിഷൻ MIV 2030 ഒരുപാട് സംരംഭങ്ങളുണ്ട്. അതുപോലെ തന്നെ മാരിടൈം അമൃതകാൽ വിഷൻ 2047 ഒരുപാട് സംരംഭങ്ങളും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റുകളും ഒരുപാട് ജോലി സാധ്യതകളും ഉള്ള സാധ്യതകൾ. ആ നിലക്ക് നോക്കുമ്പോൾ മാരിടൈം മേഖലകളിലുള്ള അതിലെ തൊഴിലുകൾക്ക് നാം എക്യുപ്ഡ് ആയി കഴിഞ്ഞാൽ അത് ഒരുപാട് സാധ്യതകളുടെ ഒരു മേഖലയിലേക്കാണ് തുറക്കപ്പെടുന്നത്. ഇന്ത്യൻ മാരിടൈം സർവകലാശാലയുടെ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അതിന്റെ കോൺസെൻട്രേറ്റഡ് ഏരിയകളൊക്കെ നോക്കുമ്പോൾ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് റിപ്പയർ, മറൈൻ എഞ്ചിനീയറിംഗ്, നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ്, പോർട്ട് മാനേജ്മെന്റ്, ഈ ഒരു നിലക്കുള്ള മേഖലകളുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകളാണ്, ബിരുദാനന്തര കോഴ്സുകളാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയിലുള്ളത്. വിവിധ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾക്ക് വിവിധ റിസർവേഷനുകൾക്കെല്ലാം തന്നെ
ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റ് അഡ്മിഷൻ ഫോർ സ്റ്റുഡൻസ് അറ്റ് അബ്രോഡ് ഡാസ സ്കീമിലും ഇവിടെ പ്രവേശനം നൽകപ്പെടും. പ്രധാനപ്പെട്ട കോഴ്സുകൾ, ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയിലെ പ്രധാനപ്പെട്ട കോഴ്സുകൾ എന്നുള്ളത് ഒന്ന് ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് ആണ്. 4 വർഷത്തെ ദൈർഘ്യമുള്ള ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് ആണ്. അതുപോലെ തന്നെ ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് എന്നുള്ള പ്രോഗ്രാം ഉണ്ട്. അതുപോലെ തന്നെ ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് എന്നുള്ള പ്രോഗ്രാമും 2 നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് എന്നുള്ളതും ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എന്നുള്ള പുതിയ പ്രോഗ്രാമും കൂടിയുണ്ട്. അതുപോലെ തന്നെ BSc നോട്ടിക്കൽ സയൻസ് 3 വർഷത്തെ പ്രോഗ്രാം, പിന്നെ BBA ലോജിസ്റ്റിക് റീറ്റെയിൽ ആൻഡ് ഇ കൊമേഴ്സ്, അതുപോലെ BBA മാരിടൈം ലോജിസ്റ്റിക്സ്, അതുപോലെ ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് DNS എന്നുള്ള 1 ഇയർ കോഴ്സ്. ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട ബിരുദ കോഴ്സുകൾ. ഇന്ത്യയിലെ ഒരു നമ്പർ 1 മാരിടൈം യൂണിവേഴ്സിറ്റി ആയിട്ട് ഈയിടെ റാങ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ മാരിടൈം സർവകലാശാല. യഥാർത്ഥത്തിൽ 2008 ഇന്ത്യൻ മാരിടൈം സർവകലാശാല ആരംഭിച്ചതെങ്കിലും, ചെന്നൈയിൽ ആരംഭിച്ചതെങ്കിലും ഇതിന്റെ ഒരു ചരിത്രം കുറച്ചുകൂടി പഴക്കമുള്ളതാണ്. ഇതിന്റെ പല ക്യാമ്പസുകളും, പ്രത്യേകിച്ച് IMUവിന്റെ മുംബൈയിലെ ക്യാമ്പസുകളും കൽക്കട്ടയിലെ ക്യാമ്പസുകളും ഒക്കെ തന്നെ ഏകദേശം നമ്മുടെ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ചുള്ള ആ കാലഘട്ടത്തിൽ തന്നെയാണ് തുടക്കം കുറിച്ചത്. ഇപ്പം കൊൽക്കട്ടയിലെ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി കൊൽക്കട്ട ക്യാമ്പസിന് ഇപ്പോഴുള്ള ക്യാമ്പസ് ഇത് 1950കളിൽ അല്ലെങ്കിൽ 40കളുടെ അന്ത്യത്തിൽ നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആണ് ഇതിന്റെ തറക്കല്ലിടുകയും ഇതിന്റെ തുടക്കം ചെയ്തിരുന്നത്. നമ്മൾ ഓരോ ക്യാമ്പസും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനെല്ലാം ഒരു വളരെ ഒരു ലെഗസിയുടെ അല്ലെങ്കിൽ വളരെ വലിയൊരു ചരിത്രമുണ്ട്. ഇപ്പോ IMUയുടെ നവി മുംബൈ ക്യാമ്പസ് ഇപ്പോ അത് TS ചാണക്യ എന്ന് അറിയപ്പെടാറുണ്ട്. TS ചാണക്യ എന്നുള്ള ഒരു സ്ഥാപനമായിട്ടാണ് 1993 അത് ഒരു സ്ഥാപനം എന്നുള്ളത് വന്നത്. ആ TS ചാണക്യാണ് ഇപ്പോൾ IMU നവി മുംബൈ എന്ന് അറിയുന്നത്. ഇന്ത്യയിൽ നോട്ടിക്കൽ സയൻസ്, നമ്മുടെ കപ്പലിലെ ക്യാപ്റ്റൻ, അത് ഡെക്ക് സൈഡിലുള്ള ക്യാപ്റ്റൻ പോലുള്ള ജോലികൾക്കുള്ള പ്രാപ്തമാക്കുന്ന കോഴ്സാണ് BSc നോട്ടിക്കൽ സയൻസ്. ഇന്ത്യയിൽ BSc നോട്ടിക്കൽ സയൻസിൽ ഏറ്റവും നിലവാരമുള്ള, ഏറ്റവും മുന്നിൽ നിൽക്കുന്ന, ഏറ്റവും അധികം പ്ലേസ്മെന്റ് ഒക്കെ ഉള്ള ഒരു സ്ഥാപനമാണ് ഈ TS ചാണക്യ എന്ന് അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ മാരിടൈം സർവകലാശാലയുടെ നവി മുംബൈ ക്യാമ്പസ്. യഥാർത്ഥത്തിൽ അത് അതിനു മുന്നേ അത് യഥാർത്ഥത്തിൽ ഒരു TS ഡഫറിൻ എന്നുള്ള 1927 അതൊരു ട്രെയിനിങ് ഷിപ്പ്, ഒരു പഴയ ഷിപ്പ് അതൊരു ട്രെയിനിങ് ഷിപ്പായി മാറ്റപ്പെടുകയും അത് TS ഡഫറിൻ എന്നുള്ള പേരിൽ അത് കപ്പലിൽ ജോലി ചെയ്യേണ്ടുന്ന ആളുകൾക്കുള്ള ട്രെയിനിങ് കൊടുക്കുന്ന ഒരു കപ്പലായിരുന്നു. അന്നത്തെ ഒരു ട്രെയിനിങ് വെസലായിരുന്നു. ആ ട്രെയിനിങ് ഷിപ്പ് ഡഫറിനാണ് പിന്നീട് അത് ട്രെയിനിങ് ഷിപ്പ് രാജേന്ദ്രയായി. അത് ആണ് പിന്നെ എന്ത് ചെയ്തത്, ഒരു ഷോറിലേക്ക് ഒരു TS ചാണക്യ എന്നുള്ള സ്ഥാപനമായിട്ട് മാറി. അതാണ് IMU നവി മുംബൈ ക്യാമ്പസ് ആയി മാറി. അതുപോലെ തന്നെ 1948 സ്ഥാപിച്ച ലാൽ ബഹാദൂർ ശാസ്ത്രി സെന്റർ ഫോർ അഡ്വാൻസ്ഡ് മാരിടൈം സ്റ്റഡീസ് ആൻഡ് റിസർച്ച് LBS ക്യാമ്പസാറും, അതുപോലെ തന്നെ DMET ഡയറക്ടറേറ്റ് ഓഫ് മറൈൻ എഞ്ചിനീയറിംഗ് ആൻഡ് ട്രെയിനിങ് മുംബൈയിലുള്ള ഇത് രണ്ടും കൂടിയാണ് മെറി എന്ന മറൈൻ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള 1995 ഒരു സ്ഥാപനമാവുകയും ഈ 2 സ്ഥാപനങ്ങളുടെയും, ഈ മെരിയും അഥവാ DMET എന്ന സ്ഥാപനവും അതുപോലെ തന്നെ LBS ക്യാമ്പസർ എന്ന സ്ഥാപനവും കൂടിയാണ് യഥാർത്ഥത്തിൽ IMU മുംബൈ പോർട്ട് എന്ന ക്യാമ്പസ് ആയിട്ട് മാറുന്നത്. അതുപോലെ കൽക്കട്ടയിലും DMET, ഈ DMET ഡയറക്ടറേറ്റ് ഓഫ് മറൈൻ എഞ്ചിനീയറിംഗ് ട്രെയിനിങ്, നമ്മുടെ മറൈൻ എഞ്ചിനീയറിംഗ് രംഗത്തെ ഏത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡസ്ട്രികളിലോ അല്ലെങ്കിൽ കപ്പലുകളിലോ ഷിപ്പിംഗ് കമ്പനികളിലൊക്കെ പോയി കഴിഞ്ഞാലും DMETയുടെ അലുമിനികളെ നമുക്ക് കാണാൻ പറ്റും. അത്രയധികം പഴക്കമുള്ള ഒരു ഏഷ്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു മറൈൻ എഞ്ചിനീയറിംഗ് സ്ഥാപനമാണ് DMET ഡയറക്ടറേറ്റ് ഓഫ് മറൈൻ എഞ്ചിനീയറിംഗ് ആൻഡ് ട്രെയിനിങ്. ഈ 2 DMET മുംബൈയും DMET കൽക്കട്ടയും ഏകദേശം ഒരേ സമയം 1949 സമയത്ത് ആരംഭിച്ചതാണ്. അത് പിന്നീട് മറൈൻ എഞ്ചിനീയർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന നിലയ്ക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്ഥാപനമായിട്ട് 1995 മാറുകയും അതാണ് പിന്നീട് IMU കൊൽക്കട്ട ക്യാമ്പസായി മാറി. ഈ IMU കൊൽക്കട്ട ക്യാമ്പസിൽ അതിനു പുറമെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോർട്ട് മാനേജ്മെന്റ് IIPM ഖിദർപൂർ എന്നുള്ള കൽക്കട്ടയിലെ ഖിദർപൂർ പോർട്ടിൽ ഉണ്ടായിരുന്ന, പോർട്ടുമായി അനുബന്ധിച്ചിരുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോർട്ട് മാനേജ്മെന്റ് എന്ന സ്ഥാപനം കൂടി അതും മെറിയും കൂടി ചേർന്നാണ് IMUയുടെ കൊൽക്കട്ട ക്യാമ്പസ്. ഈ IIPM-ലായിരുന്നു പോർട്ട് മാനേജ്മെന്റ് ബന്ധപ്പെട്ടുള്ള കോഴ്സുകളൊക്കെ നടത്തപ്പെട്ടിരുന്നത്. ആ നിലയ്ക്ക് ഇപ്പോൾ IMU കൊൽക്കട്ടയിൽ മാരിടൈം മാനേജ്മെന്റ് എന്നുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്കൂൾ ഓഫ് മാരിടൈം മാനേജ്മെന്റ് എന്നുള്ള അതിന് കീഴിൽ MBA ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് എന്നൊക്കെയുള്ള കോഴ്സുകൾ നടക്കുന്നു.
അതുപോലെ തന്നെ ചെന്നൈയിൽ ഉണ്ടായിരുന്ന NIPM, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോർട്ട് മാനേജ്മെന്റ് എന്ന 1986 ആരംഭിച്ച സ്ഥാപനം, അതുപോലെ തന്നെ നാഷണൽ മാരിടൈം അക്കാദമി ആയി മാറുകയും അതാണ് പിന്നീട് IMU ചെന്നൈ ക്യാമ്പസ്. അതുപോലെ തന്നെ നാഷണൽ ഷിപ്പ് ഡിസൈൻ സെന്റർ ആൻഡ് റിസർച്ച് സെന്റർ എന്നുള്ള വിശാഖപട്ടണത്തെ നാഷണൽ ഷിപ്പ് ഡിസൈൻ ആൻഡ് റിസർച്ച് സെന്റർ എന്ന വിശാഖപട്ടണത്തിൽ 92 ആരംഭിച്ച സ്ഥാപനമാണ് IMU വിശാഖപട്ടണം. IMU വിശാഖപട്ടണത്തിലാണ് BTech നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്, അതുപോലെ തന്നെ BTech നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് എന്നീ പ്രോഗ്രാം ഉള്ളത്. അതുപോലെ നമ്മുടെ കൊച്ചിയിലും ഒരു ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് ഉണ്ട്. അവിടെ എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ് ഇല്ല, അവിടെ BBA, MBA, അതുപോലെ തന്നെ BSc നോട്ടിക്കൽ സയൻസ് എന്നിവയുള്ള പ്രോഗ്രാമുകളാണ് കൊച്ചി ക്യാമ്പസിൽ. ഇന്ത്യൻ മാരിടൈം സർവകലാശാലയിലുള്ള പ്രധാനപ്പെട്ട കോഴ്സുകൾ BSc നോട്ടിക്കൽ സയൻസും, അതുപോലെ തന്നെ BTech മറൈൻ എഞ്ചിനീയറിംഗ്, BTech നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്, BTech നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ്, പിന്നെ ഒരു വർഷത്തെ ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ്, ദെൻ BBA ലോജിസ്റ്റിക്സ് തുടങ്ങിയ പ്രോഗ്രാമുകളാണ് ബിരുദ കോഴ്സുകളായി. അതുപോലെ MBA കോഴ്സുകൾ ഉള്ളത് MBA ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക് മാനേജ്മെന്റ്, MBA പോർട്ട് ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെന്റ് എന്നീ കോഴ്സുകളാണ് MBAയിലുള്ളത്. മാരിടൈം മാനേജ്മെന്റ് ഓൺലൈൻ പ്രോഗ്രാം ഉണ്ട്. അതുപോലെ തന്നെ MTech ഡ്രഡ്ജിംഗ് ആൻഡ് ഹാർബർ എഞ്ചിനീയറിംഗ്, MTech നേവൽ ആർക്കിടെക്ചർ, MTech എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ്, ഇതെല്ലാം വിശാഖപട്ടണം ക്യാമ്പസിലാണുള്ളത്. ഒരു MTech മറൈൻ ടെക്നോളജി ഉണ്ട്. ഇത്തരം PG പ്രോഗ്രാമുകളാണല്ലോ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രോഗ്രാം ഉള്ളത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മറൈൻ എഞ്ചിനീയറിംഗ്, PGDMA അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് മറൈൻ എഞ്ചിനീയറിംഗ് എന്നുള്ള IMUയുടെ മുംബൈ ക്യാമ്പസിലാണ് ഈ ഒരു പ്രോഗ്രാം ഉള്ളത്. യഥാർത്ഥത്തിൽ BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ BTech നേവൽ ആർക്കിടെക്ചർ, അതുപോലെ തന്നെ മെക്കാനിക്കൽ അലൈഡ് ആയിട്ടുള്ള BTech പ്രോഗ്രാംസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഒരു വർഷത്തെ ഗ്രാജുവേറ്റ് മറൈൻ എഞ്ചിനീയറിംഗ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മറൈൻ എഞ്ചിനീയറിംഗ് പോലുള്ള ഈ കോഴ്സ് പൂർത്തീകരിച്ച് കഴിഞ്ഞ് മറൈൻ എഞ്ചിനീയർ ആയിട്ട് ജോലി, അതായത് BTech മറൈൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ അതേ അവസ്ഥയിലേക്ക്. ഇതിന്റെ ലോക്കൊക്കെ അവൻ അറിയാവുള്ളൂ. എനിക്ക് അറിയാൻ പാടാണ്. അവനെല്ലാം ലോക്ക് ഇട്ട് വെച്ച ഗൂഗിളൊക്കെ എനിക്കറിയണം എങ്ങനെ ഇതിന്റെയൊക്കെ ലോക്ക്. ഇതില് ലോക്ക് ഇട്ടണ്ട, ഇതിലൊന്നും ലോക്ക് ഇട്ട ഇതാണ് IMUയുടെ വിശാഖപട്ടണം ക്യാമ്പസ് ആണ്. അതുപോലെ ഓരോ ക്യാമ്പസ്, IMU കൊൽക്കത്ത ക്യാമ്പസ് പ്രധാനമായിട്ടും IMU കൊൽക്കത്ത ക്യാമ്പസിൽ ഒരുപാട് ഷിപ്പിന്റെ ഒരുപാട് എഞ്ചിനുകൾ അത് കുട്ടികൾക്ക് നേരിട്ട് അതിന്റെ മെയിൻ്റനൻസ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനും അങ്ങനെ പഠിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. IMUയുടെ യാത്ര ഞാൻ പരാമർശിക്കുകയുണ്ടായി ഓരോ ക്യാമ്പസുകളുടെയും. ഇനി അഡ്മിഷൻ പ്രോസസ്സിലേക്ക് വരികയാണെങ്കിൽ, അഡ്മിഷൻ പ്രോസസ് എന്നുള്ളത് പ്രധാനമായിട്ടും വരുന്നത് IMU CET, IMU കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്നുള്ള എൻട്രൻസ് മുഖേനയാണ്. സാധാരണ ഇത് മെയ് മാസത്തിലാണ് നടക്കാറുള്ളത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ സെന്ററുകൾ ഉണ്ടാവാറുണ്ട്, പരീക്ഷാ സെന്ററുകൾ ഉണ്ടാവാറുണ്ട്. ഒരു 3 മണിക്കൂർ ഓൺലൈൻ പരീക്ഷയാണ്. ഈ +2 കഴിഞ്ഞ വിദ്യാർത്ഥികളാണ് എഴുതേണ്ടത്. ഇപ്പൊ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾ എഴുതുന്ന IMU CET പരീക്ഷയിലൂടെയാണ് IMUവിലെ ബിരുദ കോഴ്സ്, BBA അല്ലാത്ത കോഴ്സുകൾക്കുള്ള പ്രവേശനം. BBAക്ക് +2 വെച്ചിട്ട് നേരിട്ടുള്ള അഡ്മിഷനാണ് ഉള്ളത്. BTech നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്, BTech നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ്, BTech മറൈൻ എഞ്ചിനീയറിംഗ്, BSc നോട്ടിക്കൽ സയൻസ് തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് ഈ +2-ൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചിട്ടുള്ള 60% മാർക്കുള്ള കുട്ടികൾ, അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലോ ഏതെങ്കിലും ഒന്നിൽ 50% ഇംഗ്ലീഷിൽ മാർക്കുള്ള വിദ്യാർത്ഥികൾക്കാണ് അഡ്മിഷൻ എലിജിബിലിറ്റി ഉള്ളത്. പിന്നെ റിസർവേഷൻ ആനുകൂല്യങ്ങൾ ഉണ്ടെങ്കിൽ 5% മാർക്കിന്റെ ഇളവ്, 55% മാർക്കിൽ SC ST റിസർവേഷൻ ആനുകൂല്യങ്ങൾ ഉള്ളവർക്ക് ആ ഒരു നിരക്കുള്ള മാർക്കിളവുണ്ട് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. അങ്ങനെ അഡ്മിഷൻ IMU ക്യാമ്പസുകളിൽ ഈ IMU CET മുഖേനയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഈ മറൈൻ എഞ്ചിനീയറിംഗ്, നോട്ടിക്കൽ സയൻസ് എല്ലാ പ്രോഗ്രാമുകളും ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിന്റെ കീഴിലാണ് നടത്തപ്പെടുന്നത്. സാധാരണ ഇതിൽ സർവകലാശാലകളുടെ കോഴ്സുകൾ UGCയുടെ കീഴിലാണ് വരിക.
അതുപോലെ തന്നെ ടെക്നിക്കൽ കോഴ്സുകളെല്ലാം AICTE കീഴിലാണ് വരിക, ആൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ കീഴിലാണ് വരിക. പക്ഷെ മറൈൻ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ നോട്ടിക്കൽ സയൻസ് രംഗത്തുള്ള കോഴ്സുകളെല്ലാം ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് DG ആണ് അപ്രൂവ് ചെയ്യേണ്ടതും ഇന്ത്യയിൽ അവർക്ക് നേതൃത്വം കൊടുക്കുന്നത്. അത് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻസിന്റെ സ്റ്റാൻഡേർഡ് ഫോർ ടെസ്റ്റിംഗ് സർട്ടിഫിക്കേഷൻ ആൻഡ് വാച്ച് കീപ്പിംഗ് STCW എന്നുള്ള ചില മാനദണ്ഡങ്ങളുണ്ട്. ഈ മാനദണ്ഡങ്ങൾ ഇന്ത്യയിൽ, അതായത് ഈ ആളുകൾ കപ്പലുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുമ്പോൾ അവർ ഫോറിൻ ഗോയിങ് ഷിപ്പ് ഇന്റർനാഷണൽ വാട്ടറുകളിൽ ഒരു ജോലി ചെയ്യുമ്പോൾ അവർക്ക് ഇന്റർനാഷണൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകളും അതുപോലെ തന്നെ റൂളുകളും കാര്യങ്ങളെല്ലാം അവർക്ക് അറിയണം. അതെല്ലാം ഇന്ത്യയിൽ ഉറപ്പുവരുത്തുന്നത് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ STCW പോലുള്ള അത്തരത്തിലുള്ള റൂളുകളെല്ലാം ഇവിടെ ഇന്ത്യയിൽ അതെല്ലാം എൻഷുർ ചെയ്യുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഷിപ്പിംഗ് രംഗത്തുള്ള കോഴ്സുകൾ ചെയ്യുമ്പോൾ അത് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അപ്രൂവഡ് ആണോ എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, നോക്കേണ്ടതുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നോക്കുമ്പോൾ അത് DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് ആണോ, DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ അതിൽ IMU CET-യിലൂടെ IMU-യുടെ 6 ക്യാമ്പസുകളിലെ പ്രോഗ്രാമുകളിലേക്ക് അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ IMU-യുടെ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള 17 കോളേജുകളുണ്ട്, 17 സ്ഥാപനങ്ങളുണ്ട് IMU-യുടെ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആ 17 സ്ഥാപനങ്ങളിൽ വ്യത്യസ്തങ്ങളായ മറൈൻ എഞ്ചിനീയറിംഗ് നോട്ടിക്കൽ സയൻസ് പോലുള്ള കോഴ്സുകളിലേക്കും IMU CET മുഖേനയാണ് എൻട്രൻസ്. പക്ഷെ IMU-യുടെ കൗൺസിലിംഗ് അല്ല, അത് അതാത് എൻട്രൻസ് റാങ്ക് ലിസ്റ്റ് വെച്ച് അതാത് സ്ഥാപനങ്ങളിലേക്ക് നേരിട്ട് അപേക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ IMU-യുടെ അഫിലിയേറ്റ് ചെയ്യാത്ത ചില സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളിലേക്കും, അതായത് മറ്റു ചില സർവകലാശാലകളിലെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനങ്ങളിലേക്കൊക്കെ അത്തരത്തിലുള്ള മാരിടൈം ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്കുള്ള അഡ്മിഷനും ഈ എൻട്രൻസ് മുഖേനയാണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ കുസാറ്റ്, കൊച്ചി യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കുസാറ്റിന്റെ കുഞ്ഞാലിമരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗ്, അവിടെ BTech മറൈൻ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമാണ്. ആ BTech മറൈൻ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിന് കുസാറ്റ് കാറ്റിന് അപ്ലൈ ചെയ്യണം. പക്ഷേ കുസാറ്റ് കാറ്റ് അല്ല എഴുതേണ്ടത്, ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ കോമൺ എൻട്രൻസ് ടെസ്റ്റ് ആണ് എഴുതേണ്ടത്. ഈ കോമൺ എൻട്രൻസ് ടെസ്റ്റ് എഴുതിയതിനു ശേഷം കുസാറ്റിൽ അതിന്റെ റാങ്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യും. ആ റാങ്ക് ബേസ് ചെയ്തിട്ട് അവിടെ അപ്ലൈ ചെയ്തവരുടെ ഒരു റാങ്ക് ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യും. അതിനെ ബേസ് ചെയ്തിട്ടാണ് അഡ്മിഷൻ നടത്തപ്പെടുന്നത്. ഇന്ത്യൻ മാരിടൈം സർവകലാശാലയിൽ ഇപ്പോൾ നടത്തപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രോഗ്രാംസ് ആണ് സ്കൂൾ ഓഫ് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷൻ എഞ്ചിനീയറിംഗിന്റെ കീഴിലാണ് BTech നേവൽ ആർക്കിടെക്ചർ പോലുള്ള പ്രോഗ്രാമുകൾ. സ്കൂൾ ഓഫ് നോട്ടിക്കൽ സയൻസിന്റെ കീഴിലാണ് BSc നോട്ടിക്കൽ സയൻസ്, അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് എന്നുള്ള പ്രോഗ്രാംസ്. കൊച്ചി, മുംബൈ, ചെന്നൈ എന്നീ സ്ഥലങ്ങളിലാണ് ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസും BSc അല്ലെങ്കിൽ BSc നോട്ടിക്കൽ സയൻസ് ഈ നോട്ടിക്കൽ സയൻസ് പ്രോഗ്രാംസ് ഉണ്ട്. സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ കീഴിലാണ് BTech മറൈൻ എഞ്ചിനീയറിംഗും അതുപോലെ തന്നെ BTech മെക്കാനിക്കൽ നേവൽ ആർക്കിടെക്ചർ തുടങ്ങിയ പ്രോഗ്രാം കഴിഞ്ഞവർക്കുള്ള ഗ്രാജുവേറ്റ് മറൈൻ എഞ്ചിനീയറിംഗ് പോലുള്ള പ്രോഗ്രാമുകൾ നടത്തുന്നത്. ഗ്രാജുവേറ്റ് മറൈൻ എഞ്ചിനീയറിംഗ് മുംബൈയിലാണുള്ളത്. BTech മറൈൻ എഞ്ചിനീയറിംഗ് IMU-യുടെ കൊൽക്കത്ത, അതുപോലെ തന്നെ ചെന്നൈ, മുംബൈ ക്യാമ്പസുകളാണ്. പിന്നെ സ്കൂൾ ഓഫ് മാരിടൈം മാനേജ്മെന്റ് കീഴിലാണ് വിവിധ BBA അതുപോലെ തന്നെ MBA, അതായത് ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ മേഖലകളിലുള്ള പ്രോഗ്രാമുകൾ നടത്തുന്നത്. പിന്നെ ഇതാണ് പ്രധാനപ്പെട്ട അഫിലിയേറ്റഡ് കോളേജുകൾ, പ്രൈവറ്റ് രംഗത്തുള്ള അഫിലിയേറ്റഡ് കോളേജുകൾ. കൊച്ചിയിൽ ഒരു പ്രൈവറ്റ് രംഗത്തുള്ള യൂറോടെക് എന്നുള്ള ഒരു സ്ഥാപനമുണ്ട്. അതുപോലെ പിന്നെ കോയമ്പത്തൂരും അതുപോലെ ഡൽഹിയിലും മുംബൈയിലും ചെന്നൈയിലും ഒക്കെ ആയിട്ട് അതുപോലെ ടൊളാനി മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൈവറ്റ് മേഖലയിലെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അതുപോലെ TS റഹ്മാൻ മുംബൈ, അതും വളരെ പഴക്കമുള്ള ഒരു പ്രൈവറ്റ് മേഖലയിലുള്ള ഒരു സ്ഥാപനങ്ങളാണ്. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ പ്രൈവറ്റ് മേഖലകളിലും. IMU CET എക്സാമിന്റെ എക്സാം BSc നോട്ടിക്കൽ സയൻസ്, BTech മറൈൻ എഞ്ചിനീയറിംഗ്, BTech നേവൽ ആർക്കിടെക്ചർ ഓഷൻ എഞ്ചിനീയറിംഗ്, BTech നേവൽ ആർക്കിടെക്ചർ ഷിപ്പ് ബിൽഡിംഗ്, DNS, ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് എന്നീ പ്രോഗ്രാമുകൾക്ക് വേണ്ടിയാണുള്ളത്. 200 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അതിൽ ജനറൽ ഇംഗ്ലീഷ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, അതായത് സാധാരണ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആണ് ഉണ്ടാവുക. അതിന് പുറമെ ഇംഗ്ലീഷ് ആൻഡ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള ആ ഏരിയകളിൽ നിന്നും കൂടി ഉള്ള ക്വസ്റ്റ്യനുകൾ IMU കോമൺ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഫീ സ്ട്രക്ചർ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ മറൈൻ എഞ്ചിനീയറിംഗ് പൊതുവെ ഫീ ഒരു ഉയർന്ന ഒരു കോഴ്സാണ്. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയിലെ BTech അതുപോലെ തന്നെ BSc നോട്ടിക്കൽ സയൻസ്, ഡിപ്ലോമ നോട്ടിക്കൽ സയൻസ്, ഇതിനെല്ലാം ഒരു വർഷത്തെ ഫീ
ഇതെല്ലാം റെസിഡൻഷ്യൽ പ്രോഗ്രാമുകളാണ്. അതുകൊണ്ട് തന്നെ ആ നിലക്ക് ഉള്ള ഫീയുടെ ഫീ കുറച്ച് കൂടുന്നുണ്ട്. 2.75 2,70,75,000 ആണ് IMU-ലെ ഒരു വർഷത്തെ ഫീസ്. അതൊരു പ്രൈവറ്റ് മേഖലകളിലേക്ക് പോകുമ്പോൾ വീണ്ടും അത് കൂടുകയും അത് ഒരു വർഷം 4 ലക്ഷം അല്ലെങ്കിൽ ആ നിരക്കുള്ള കോഴ്സുകൾ 4 ലക്ഷത്തിനും മുകളിലുള്ള കോഴ്സുകളൊക്കെ തന്നെ ഫീസ് ഒരു വർഷത്തേക്ക് പ്രൈവറ്റ് മേഖലകളിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ PGDME, അതുപോലെ ഗ്രാജുവേറ്റ് മറൈൻ എഞ്ചിനീയറിംഗ് ഒരു വർഷത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാമിന് 3,55,000 രൂപ ഫീസ്. ഏകദേശം ആ ഒരു കോഴ്സ് 9 months ഉള്ള ഒരു കോഴ്സ് തന്നെ 4 ലക്ഷത്തോളം രൂപ അതിന് ഫീസ് വരുന്നു. മറ്റു ബിടെക്കുകാർക്ക് ബിടെക് മെക്കാനിക്കൽ ഒക്കെ കഴിഞ്ഞ ആളുകൾക്ക് മറൈൻ എഞ്ചിനീയറിംഗ് ഇക്വലന്റ് ആവാനുള്ള കോഴ്സ്. ഇപ്പോൾ കപ്പൽ ജോലി ചെയ്യുന്ന എല്ലാവരും മറൈൻ എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ളവർ എല്ലാവരും ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാവണമെന്നില്ല. പലരും ബിടെക് മെക്കാനിക്കലോ അതുപോലെ തന്നെ ബിടെക് നാവൽ ആർക്കിടെക്ചർ അതുപോലുള്ള അല്ലെങ്കിൽ മെക്കാനിക്കൽ അലൈഡ് കോഴ്സസ് കഴിഞ്ഞവർ ഈ ഒരു വർഷത്തെ ഗ്രാജുവേറ്റ് മറൈൻ എഞ്ചിനീയറിംഗ് പോലുള്ള പ്രോഗ്രാമുകൾ ചെയ്തതിന് ശേഷമാണ് വരുന്നത്. ഒരുപാട് അലുമിനി ഉണ്ട്. യഥാർത്ഥത്തിൽ ഈ ഒരു മേഖല മർച്ചന്റ് നേവി എന്നാണ് അറിയപ്പെടുന്നത്. നമ്മളുടെ ഈ വാണിജ്യ മേഖലകളിലുള്ള കപ്പൽ ഗതാഗതവും കപ്പൽ വ്യവസായമെല്ലാം അതിനാണ് വരുന്നത്. ഇതിൽ ഒരു വളരെ വലിയൊരു കരിയർ പ്രോഗ്രഷൻ ഉള്ള ഒരു മേഖലയാണ്. അതായത് ഇപ്പം ബിടെക് മറൈൻ എഞ്ചിനീയറായി 4 വർഷത്തെ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് DGS ക്ലാസ് 4 പാർട്ട് എ എക്സാം എന്നുള്ളതിൽ ഒരു എക്സംഷൻ ഉണ്ട്. അത് ബിടെക് മെക്കാനിക്കൽ കഴിഞ്ഞവർ ഈ എക്സാം കൂടി എഴുതണം. അതുകൊണ്ടാണ് അവർക്ക് ഒരു അഡീഷണൽ ടൈം എല്ലാം വരുന്നത്. പിന്നെ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു 6 മാസം ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് അവർ കപ്പലിൽ സെയിൽ ചെയ്യണം. അത് കഴിഞ്ഞ് ചില കോഴ്സുകൾ ചെയ്ത് ഒരു ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിന്റെ മറൈൻ എഞ്ചിനീയറിംഗ് ഓഫീസർ MEO ക്ലാസ് 4 പാർട്ട് ബി എക്സാമിനേഷൻസ് എഴുതിയാൽ അവർക്ക് അടുത്ത 4th എഞ്ചിനീയർ എന്നുള്ള ലെവലിലെത്തി പിന്നീട് 18 മാസത്തെ വാച്ച് കീപ്പിംഗ് എഞ്ചിനീയറും അതുപോലെ തന്നെ 4 മാസത്തെ പ്രിപ്പറേറ്ററി കോഴ്സ് ഒക്കെ കഴിഞ്ഞ് പിന്നെ മറ്റൊരു ലെവൽ ഓഫ് എക്സാം ഉണ്ട് MEO ക്ലാസ് 2 എന്നുള്ള മറൈൻ എഞ്ചിനീയർ ഓഫീസർ ക്ലാസ് 2 എന്നുള്ള ഡയറക്ടർ ജനറൽ ഷിപ്പിംഗിന്റെ പരീക്ഷകൾ. അത് കഴിഞ്ഞാൽ സെക്കൻഡ് എഞ്ചിനീയർ എന്നുള്ള പോസ്റ്റ് എത്തും. അതും കഴിഞ്ഞ് വീണ്ടും മിനിമം 18 മാസം സെക്കൻഡ് എഞ്ചിനീയർ ആയിട്ട് പിന്നെ 2 മാസത്തെ പ്രിപ്പറേറ്ററി കോഴ്സസ് ഒക്കെ പോസ്റ്റ് കോഴ്സസ് എല്ലാം കഴിഞ്ഞ് DGO MEO ക്ലാസ് 1 എക്സാമിനേഷൻസ് എഴുതി കഴിഞ്ഞാൽ അവർ ചീഫ് എഞ്ചിനീയറുടെ യോഗ്യത എത്തി. പിന്നെ അവർക്ക് ചീഫ് എഞ്ചിനീയർ ആയിട്ട് മാറാം. അത് പിന്നെ നമ്മൾ ജോലി ഇവര് അതിന്റെ യോഗ്യതയ്ക്ക് ആ കപ്പലിൽ അവരുടെ ഷിപ്പിംഗ് കമ്പനിയിൽ അവരുടെ പ്രൊമോഷനും അവരുടെ പ്രൊമോഷൻ കോഴ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും അവർ ചീഫ് എഞ്ചിനീയർ എന്നുള്ള പദവിയിലേക്ക് എത്തുക. പക്ഷെ MEO ക്ലാസ് 1 പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അവര് ഈ ഒരു ചീഫ് എഞ്ചിനീയർ എന്നുള്ള ഒരു ജോബിലേക്ക് എത്താം. അത് എഞ്ചിൻ സൈഡിലുള്ള 2 സൈഡാണ് കപ്പലുള്ളത്, എഞ്ചിൻ സൈഡ് അതുപോലെ തന്നെ ടെക് സൈഡ്. എഞ്ചിൻ സൈഡ് എഞ്ചിനീയറിംഗ് സൈഡിലുള്ള ഏറ്റവും ഉയർന്ന ഒരു യോഗ്യതയാണ് യഥാർത്ഥത്തിൽ ചീഫ് എഞ്ചിനീയർ. ടെക് സൈഡിലുള്ളത് യഥാർത്ഥത്തിൽ നോട്ടിക്കൽ സയൻസ് കഴിഞ്ഞവരാണ്. അതായത് ഷിപ്പിന് ക്യാപ്റ്റൻ വരെ ആകാവുന്ന ഒരു ടെക് സൈഡിലെ കാഡക്റ്റ് ആയിട്ട് 3 വർഷത്തെ BSc നോട്ടിക്കൽ സയൻസ് ഡിഗ്രി കഴിഞ്ഞ് 12 മാസത്തെ ഷിപ്പ് ബോർഡ് ട്രെയിനിങ്ങും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് മോഡുലാർ കോഴ്സസും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് DGS സെക്കൻഡ് മേറ്റ് FG എക്സാമിനേഷനും എഴുതാൻ പറ്റും. അത് കഴിഞ്ഞ് ഓഫീസർ ഇൻചാർജ് നാവിഗേഷൻ വാച്ച് കീപ്പിംഗ് 18 മാസം കഴിഞ്ഞ് DGS ഫസ്റ്റ് മേറ്റ് എക്സാമിനേഷൻസ് കഴിഞ്ഞ് വീണ്ടും DGS മാസ്റ്റർ FG എക്സാമിനേഷൻസ് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അവർക്ക് ടെക് സൈഡിൽ കപ്പലിലെ ഏറ്റവും ഉയർന്ന പോസ്റ്റായ ക്യാപ്റ്റൻ എന്നുള്ള ഇതിലേക്ക് അവർക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. IME കൊച്ചിയിൽ ഉള്ള പ്രധാനപ്പെട്ട പ്രോഗ്രാം MBA പോർട്ട് ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെന്റ്, MBA ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, BSc നോട്ടിക്കൽ സയൻസ്, BBA എന്നുള്ളത് നമ്മുടെ തൊട്ടാണ്. അതുപോലെ കൊച്ചിയിൽ തന്നെ നോക്കുമ്പോൾ കേരളത്തിലെ സാഹചര്യം നോക്കുമ്പോൾ കേരളത്തിൽ പിന്നെ മറൈൻ എഞ്ചിനീയറിംഗ് ഉള്ളത് കേരള സർക്കാരിന്റെ കീഴിലുള്ള കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലാണ് ഉള്ളത്, കുസാറ്റിലെ. അത് കുസാറ്റിലെ കുഞ്ഞാലിമരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗിലാണ് ഈ പ്രോഗ്രാം ഉള്ളത്. അത് ഏകദേശം ഒരു വർഷം സ്റ്റേറ്റ് മെറിറ്റ് ഫീസിലാണെങ്കിൽ ഏകദേശം 2 ലക്ഷം രൂപയാണ് അവിടെ ഫീ വരുന്നത്. അതുപോലെ തന്നെ അത് ഓൾ ഇന്ത്യ കോട്ടയിലുള്ള സീറ്റിലാണെങ്കിൽ ഏകദേശം 2.5 ലക്ഷം രൂപ കുസാറ്റിൽ മറൈൻ എഞ്ചിനീയറിംഗിൽ വരുന്നത്. കുസാറ്റിൽ വളരെ സുന്ദരമായിട്ടുള്ള ഷിപ്പിംഗ് ക്യാമ്പസ്, ഒരു ഷിപ്പ് ക്യാമ്പസിൽ തന്നെ ഒരു ഷിപ്പിംഗ് ക്യാമ്പസ് ഉണ്ട്. മറൈൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് അവർക്ക് പ്രായോഗികമായി തന്നെ മറൈൻ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാൻ വേണ്ടി ഒരു കപ്പൽ തന്നെ ക്യാമ്പസിലുണ്ട്. പ്രധാനപ്പെട്ട മറൈൻ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഇത്തരത്തിലുള്ള ഷിപ്പിംഗ് ക്യാമ്പസുകളുണ്ട്. ഇതാണ് അവിടുത്തെ കുഞ്ഞാലിമരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗിലെ
ഒരു ഫീസ് സ്ട്രക്ചറാണിത്. 2003 ഈ കുഞ്ഞാലിമരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗ് സ്ഥാപിതമായിട്ടുള്ളത്. 4 വർഷത്തെ ബിടെക് പ്രോഗ്രാമാണുള്ളത്. അഡ്മിഷൻ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ കോമൺ എൻട്രൻസ് ടെസ്റ്റ് IME CUT മുഖേനയാണ്. പക്ഷെ അവർ എന്ത് ചെയ്യണം, കുസാറ്റിൽ രജിസ്റ്റർ ചെയ്യണം അഡ്മിഷൻ ഉദ്ദേശിക്കുന്നത്. മറൈൻ എഞ്ചിനീയറിംഗിന് പുറമെ പിന്നെ മറ്റൊരു പ്രോഗ്രാം നമ്മൾ പരാമർശിച്ചത് നോട്ടിക്കൽ സയൻസ് ആണ്. അത് കപ്പലിനെ സമുദ്രത്തിലൂടെ സുരക്ഷിതമായി നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയും അതുപോലെ തന്നെ ഓപ്പറേറ്റ് ചെയ്യാനും തന്നെ ഉള്ള പേഴ്സണലുകളെ അവരെ എക്യുപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു കോഴ്സാണ്. യഥാർത്ഥത്തിൽ ഡെക്ക് ഓഫീസേഴ്സ് എന്നാണ് ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്നവർ പറയുന്നത്. യഥാർത്ഥം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ 2 തരത്തിലുള്ള എഞ്ചിനീയർ ഓഫീസർ അതുപോലെ തന്നെ ഡെക്ക് ഓഫീസർ എന്നുള്ളതാണുള്ളത്. അത് ചീഫ് എഞ്ചിനീയർ താഴേക്ക് 2nd, 3rd, 4th അതുപോലെ തന്നെ കാഡറ്റ്, എഞ്ചിൻ കാഡറ്റ് വരെയും, അതുപോലെ തന്നെ ഡെക്ക് സൈഡിലാണെങ്കിൽ ക്യാപ്റ്റന്റെ താഴെ ചീഫ് ഓഫീസർ, 2nd ഓഫീസർ, 3rd ഓഫീസർ, അങ്ങനെ ഡെക്ക് കാഡറ്റ് എന്നുള്ള ഈ ഒരു നിലയ്ക്കുള്ള ഒരു ജോലിയുടെ തട്ടുകളാണ് യഥാർത്ഥത്തിൽ കപ്പലിൽ. അതിന് കരിയർ ഫ്ലോ ചാർട്ട് ഒരു കാഡറ്റ് ചീഫ് എഞ്ചിനീയർ എന്ന് നോക്കുമ്പോൾ ഒരു സുമാറായിട്ടുള്ള നമുക്ക് ഒരു തുടക്കത്തിൽ ഒരു കാഡറ്റ് ആവുമ്പോൾ $500 എന്നൊക്കെയുള്ള ശരാശരി വരുന്ന. എന്നാൽ 4th എഞ്ചിനീയർ ആവുമ്പോൾ ഒരു $1000-2000 ഒക്കെ വരും. 3rd എഞ്ചിനീയർ അങ്ങനെ പോയി ഒരു ചീഫ് എഞ്ചിനീയർ എന്ന നിലയിലെത്തുമ്പോൾ $8000 മുകളിലൊക്കെ തന്നെ അത് വിവിധ കപ്പലുകളിലേക്ക് ഇപ്പൊ ഓയിൽ ടാങ്കറുകൾ, ഗ്യാസ് ടാങ്കറുകൾ, അതുപോലെ തന്നെ ഡൈനാമിക് പൊസിഷൻ വെസൽസ്, അങ്ങനെയുള്ള പല മേഖലകളിലുമുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ജോലികൾ. അല്ലെങ്കിൽ ചില പ്രത്യേക കപ്പലുകളിലെ ചീഫ് എഞ്ചിനീയർ ആവണമെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രത്യേകമായിട്ടുള്ള ചില ഷോർട്ട് ടൈം കോഴ്സുകൾ ചെയ്ത് അതിന്റെ പരീക്ഷ പാസ്സാവേണ്ടതുണ്ട്. അങ്ങനെ $10000-20,000 വരെ ശമ്പളം ചീഫ് എഞ്ചിനീയർക്ക് ഈ വൈദഗ്ധ്യമുള്ള മേഖലകളിലുള്ള അത്തരത്തിലുള്ള നല്ല ഷിപ്പിംഗ് കമ്പനികളിൽ നല്ല വൈദഗ്ധ്യമുള്ള പ്രത്യേകമായിട്ടുള്ള അവസരങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അത്തരത്തിലുള്ള വരെ ശമ്പളം വാങ്ങുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ട്. അതുപോലെ ഷിപ്പിംഗ് മേഖലയിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കോഴ്സാണ് നേവൽ ആർക്കിടെക്ചർ എന്നുള്ളത്. നേവൽ ആർക്കിടെക്ചർ എന്നുള്ളത് യഥാർത്ഥത്തിൽ കപ്പലിന്റെ രൂപകൽപ്പന, നിർമ്മാണം, അതുപോലെ തന്നെ അതിന്റെ പ്രവർത്തനം, അതിന്റെ മെയിൻ്റനൻസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതുപോലെ തന്നെ സർട്ടിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ കപ്പലിന്റെ സ്ഥിരത, സ്റ്റെബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്യുന്നത്, ഇതെല്ലാം നേവൽ ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളാണ്. അതുപോലെ തന്നെ കപ്പലിന്റെ സ്ട്രക്ചറൽ മെക്കാനിക്സ്, അതിന്റെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി, ഷിപ്പ് ഡ്രോയിങ്, അതെല്ലാം നേവൽ ആർക്കിടെക്ചറിൽ തന്നെയാണ് വരുന്നത്. കേരളത്തിൽ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കുസാറ്റിന്റെ കീഴിൽ ഒരു ഷിപ്പ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ്. ഈ ഷിപ്പ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിലാണ് ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എന്നുള്ള പ്രോഗ്രാം നടക്കുന്നത്. ഏകദേശം 50 വർഷം മുന്നേ 1974 മുതൽ ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. കുസാറ്റിന്റെ കോമൺ അഡ്മിഷൻ ടെസ്റ്റിൽ മുഖേനയാണ് ഇവിടുത്തെ ബിടെക് നേവൽ ആർക്കിടെക്ചറിന് അഡ്മിഷൻ. ഏകദേശം കുസാറ്റ് കോമൺ അഡ്മിഷൻ ടെസ്റ്റിൽ ഏറ്റവും ഉയർന്ന റാങ്കുകാരെ 200-300 ഒക്കെ റാങ്കുള്ള കുട്ടികൾക്കാണ് ഇതിൽ 40 സീറ്റുകൾ മാത്രമുള്ള ഈ ഒരു കോഴ്സിലേക്കുള്ള അഡ്മിഷൻ സാധാരണഗതിയിൽ കിട്ടുന്നത്. അതിൽ തന്നെ 10 സീറ്റ് ഇന്ത്യൻ നേവിയുടെ സ്പോൺസേർഡ് ആയിട്ടുള്ള കുട്ടികളാണ് വരുന്നത്. ഇന്ത്യൻ നേവിയിൽ +2 ശേഷം കാഡറ്റ്സ് ആയിട്ട് കയറുന്നവര് ഈ കോഴ്സിന് വരികയും അവര് കൊച്ചി നേവൽ ബേസിൽ വന്നിട്ട് ഈ കോഴ്സിന് വരികയും അവര് അവിടുന്ന് ഈ കോഴ്സ് കഴിയുന്നവർക്ക് അവർക്ക് സബ് ലെഫ്റ്റനന്റ് എന്ന പദവിയിലെത്തി പുറത്തു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടി ഈ ഒരു കോഴ്സിലുണ്ട്. അപ്പൊ അതുകൊണ്ട് പകുതി സിവിലിയൻസും പകുതി കാഡറ്റ്സുമാണ് യഥാർത്ഥത്തിൽ ഈ ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എന്നുള്ള കുസാറ്റിന്റെ കോഴ്സിൽ. ഒരു വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ മറൈൻ എഞ്ചിനീയറിംഗ് പൊതുവെ ഉയർന്ന ഫീസാണ് എന്ന് പറയുകയുണ്ടായി. എന്നാൽ കേരള സർക്കാരിന്റെ കീഴിലുള്ള ഇതൊരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഷിപ്പ് ടെക്നോളജിയിൽ നേവൽ ആർക്കിടെക്ചറിന് വളരെ കുറഞ്ഞ അതായത് ഒരു 20,000 ആണ് ഒരു സെമസ്റ്ററിലുള്ള ഫീസ് വരുന്നത്. അത് തന്നെ ഇപ്പം ഫീ ഇളവിന്റെ ആനുകൂല്യമൊക്കെ ഉള്ള ആളുകൾക്ക്, ഈ ഗ്രാൻസ് അതുപോലെ തന്നെ
KPCRA എന്നൊക്കെയുള്ള ഒരു ആനുവൽ ഇൻകം 1 ലക്ഷത്തിന് രൂപ അല്ലെങ്കിൽ 2 ലക്ഷത്തിനൊക്കെ താഴെ ഉള്ള ആളുകൾക്ക് ആ ഫീസ് തന്നെ അവർക്ക് ഒരു സ്കോളർഷിപ്പായി കിട്ടുന്നതിനുള്ള പ്രൊവിഷനൊക്കെ തന്നെ ഉണ്ട്. കുസാറ്റിന്റെ ബിടെക് നാവൽ ആർക്കിടെക്ചറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം വളരെ കാലത്തെ പഴക്കമുള്ള ഒരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ അത് വളരെ പഴക്കമുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ഒരു ഏകദേശം ലോകത്തെ പ്രധാനപ്പെട്ട കോണ്ടിനെന്റ്സിലൊക്കെ തന്നെ എല്ലാ കോണ്ടിനെന്റ്സിലും എന്ന് തന്നെ പറയാം ഇവിടുത്തെ ഷിപ്പ് ടെക്നോളജിയുടെ അലുമിനി ഈ മേഖലകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. ഓരോ വർഷവും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 100% പ്ലേസ്മെന്റ് ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്, ഒരു പ്രോഗ്രാം കൂടിയാണ് ബിടെക് നാവൽ ആർക്കിടെക്ചർ. അതുപോലെ തന്നെ കുറച്ചും കൂടി ക്യാമ്പസ് എന്നുള്ള അർത്ഥത്തിലും അതുപോലെ കോഴ്സ് എന്ന അർത്ഥത്തിലും ഒരുപാട് സജീവ പ്രൊഫഷണൽ ബോഡീസ്. നമുക്കൊരു ബിടെക് പ്രോഗ്രാമിംഗ് ജനറലി നമ്മൾ നോക്കുമ്പോൾ ബിടെക്കിന്റെ പ്ലേസ്മെന്റ്സ് നോക്കണം, അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റുഡന്റ് ചാപ്റ്റേഴ്സ്, പ്രൊഫഷണൽ ആക്ടിവിറ്റീസ്, അതെല്ലാം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് കൂടിയൊക്കെ പൊതുവെ നമ്മൾ ഒരു ബിടെക്കിന് ആ ക്യാമ്പസിലെ ക്ലബ്ബുകളുടെ, ടെക്നിക്കൽ ക്ലബ്ബുകളുടെ ആക്ടിവിസം, അതെല്ലാം കുട്ടികൾ കൂടുതൽ എക്സ്പോഷർ കിട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഉള്ള കുട്ടികളുടെ പങ്കാളിത്തം, ഇപ്പം ഗേറ്റിൽ നേവൽ ആർക്കിടെക്ചർ ആൻഡ് മറൈൻ എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു ഡൊമൈൻ കഴിഞ്ഞ വളരെ 2-3 വർഷം മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ആ നിലക്ക് ഗേറ്റിലും കുട്ടികൾക്ക് നല്ല സ്കോറുകൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്പോൺസേഡ് പ്രൊജക്ട്സ് എല്ലാം നടക്കുന്ന ആ നിലക്കുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണത്. അതുപോലെ തന്നെ അലുമിനിയുടെ വളരെയധികം സപ്പോർട്ട് പ്ലേസ്മെന്റുകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ ഈ ഷിപ്പ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിലുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ഗ്രാജുവേറ്റ് മറൈൻ എഞ്ചിനീയറിംഗ് എന്നുള്ള കോഴ്സ്, ബിടെക് മെക്കാനിക്കൽ, അതുപോലെ തന്നെ ബിടെക് നാവൽ ആർക്കിടെക്ചർ, മെക്കാനിക്കൽ അലൈഡ് ബ്രാഞ്ചുകളൊക്കെ കഴിഞ്ഞവർക്ക് അവർക്ക് മറൈൻ എഞ്ചിനീയറിംഗ് ആവുന്നതിന് വേണ്ടിയുള്ള ഒരു 1 ഇയർ കോഴ്സസ് ആണ് ഗ്രാജുവേറ്റ് മറൈൻ എഞ്ചിനീയറിംഗ് കോഴ്സ്. കേരളത്തിൽ ഈ കോഴ്സ് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കീഴിൽ CSL, കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന്റെ കീഴിൽ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്തിൽ തന്നെ വളരെ ഈ കപ്പൽ നിർമ്മാണ രംഗത്ത് വളരെ ഒരു മുന്നിൽ വളരെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായിട്ട് നമ്മുടെ കൊച്ചിയിലെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് മാറിയിട്ടുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന്റെ CSLന്റെ കീഴിലുള്ള METI, മറൈൻ എഞ്ചിനീയറിംഗ് ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഈ ഗ്രാജുവേറ്റ് മറൈൻ എഞ്ചിനീയറിംഗ് കോഴ്സ് നടക്കുന്നത്. ഇതും ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അംഗീകരിച്ചിട്ടുള്ള കോഴ്സാണ് ഈ GME കോഴ്സ്. 28 വയസ്സാണ് പരമാവധി ഏജ് ലിമിറ്റ്. അത് ഒരുവിധ എല്ലാ DG ഷിപ്പിംഗ് കോഴ്സുകൾക്കും അതുപോലെ ഇപ്പൊ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് ആണെങ്കിലും ബിടെക് നാവൽ ആർക്കിടെക്ചർ ആണെങ്കിലും ശരി, ഇതുപോലെ ഏജ് ലിമിറ്റ് ഉണ്ട് 28 ഇയേഴ്സ് എന്നൊക്കെയുള്ള. അതുപോലെ തന്നെ സർട്ടൻ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് അതുപോലെ തന്നെ കണ്ണിന്റെ കാഴ്ചശക്തി, അതെല്ലാം നമുക്ക് ഒരു ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അപ്രൂവ് ചെയ്തിട്ടുള്ള ചില ഡോക്ടേഴ്സ് ഉണ്ട്, അവരുടെ സർട്ടിഫിക്കറ്റ് തന്നെ എന്ത് ചെയ്യണം, ഇതിന് വേണം. അതിൽ തന്നെ ഈ കാഴ്ചയുടേത് ഈ നോട്ടിക്കൽ സയൻസിൻ്റെത് കുറച്ചും കൂടി സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള, കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാഴ്ചയുടെ കണ്ടീഷൻസ് ആണ് നോട്ടിക്കൽ സയൻസിനുള്ളത്. ഇതിനും ഫീസ്, ഗ്രാജുവേറ്റ് മറൈൻ എഞ്ചിനീയറിംഗിന്റെ ഫീസും അതുപോലെ തന്നെ പൊതുവെ നല്ല ഫീസ് ഉണ്ട്. ഏകദേശം ഈ ഒരു കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ഈ കോഴ്സിന് 4,75,000 രൂപ, 5 ലക്ഷത്തോളം രൂപ എന്തുണ്ട് ഈ 1 ഇയർ കോഴ്സിനുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് നമ്മൾ ഈ രംഗത്തുള്ളവരൊന്ന് സന്ദർശിക്കേണ്ടുന്ന ഒന്നാണ്. 1969 മുതൽ ഇന്ത്യയിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രശസ്തമായിട്ടുള്ള INS വിക്രാന്ത്, ഇന്ത്യയുടെ ഫസ്റ്റ് ഇൻഡിജിനിയസ് എയർക്രാഫ്റ്റ് കാരിയർ, അത് ബിൽഡ് ചെയ്തിട്ടുള്ളത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ്. ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ CEO മുതൽ അതുപോലെ തന്നെ ജനറൽ മാനേജർ, അതുപോലെ ഒരുപാട് ഏറ്റവും ഉയർന്ന ടെക്നിക്കൽ പോസ്റ്റുകളിലൊക്കെ തന്നെ ഇരിക്കുന്നവർ പലരും കുസാറ്റിലെ ബിടെക് ഷിപ്പ് ടെക്നോളജിയുടെ അലുമിനികളാണ്. ഈവൻ ഈ INS വിക്രാന്തിന്റെ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും ഒക്കെ തന്നെ ഒരുപാട് അലുമിനികൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ നേരിട്ട് തന്നെ ഇടപെട്ടിട്ടുണ്ട്. ഇതാണ് INS വിക്രാന്ത്. ഇത് ഞങ്ങൾ ഷിപ്പ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും INS വിക്രാന്തിൽ സന്ദർശിക്കാനൊരു അവസരം കിട്ടിയപ്പോൾ INS വിക്രാന്തിന്റെ ഡെക്കിൽ നിന്നും എടുത്തതാണ്. അതുപോലെ തന്നെ കൊച്ചി വാട്ടർ മെട്രോയും അതിന്റെ വാട്ടർ മെട്രോയുടെ എല്ലാ വെസൽസും യഥാർത്ഥത്തിൽ കൊച്ചി ഷിപ്പ്യാർഡാണ് നിർമ്മിക്കുന്നത്. ഈ സാറ്റിന്റെ ഷിപ്പ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് അതിന്റെയും ഒരു ടെക്നിക്കൽ കൺസൾട്ടന്റ്. സാറ്റിന്റെ അലുമിനിയാണ് അവിടുത്തെ ഈ വാട്ടർ മെട്രോയുടെ ജനറൽ മാനേജർ ആയിട്ടുള്ളത്. അപ്പോൾ വളരെ പ്രഗത്ഭരായിട്ടുള്ള ഒരു അധ്യാപകരുടെ നിര തന്നെ ഈ സാറ്റിന്റെ ഷിപ്പ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിലുണ്ട്.
അതുപോലെ മറ്റൊരു മേഖല ഓഷ്യൻ എഞ്ചിനീയറിംഗ് എന്നുള്ളതാണ്. ഓഷ്യൻ എഞ്ചിനീയറിംഗ് എന്നുള്ളത് ഓഫ് ഷോർ സ്ട്രക്ചേഴ്സ്, പോർട്സ്, ഹാർബർ, കോസ്റ്റൽ സ്ട്രക്ചേഴ്സ്, അതുപോലെ കോസ്റ്റൽ ഇറോഷൻ, ഡ്രഡ്ജിങ്, ഈ ഒരു അതുപോലെ തന്നെ സബ്സി പൈപ്പ് ലൈൻസ്, അങ്ങനെ ഒരുപാട് ഏരിയകളിൽ ഉള്ള അണ്ടർ വാട്ടർ അക്വസ്റ്റിക്സ്, ഒരുപാട് ഏരിയകളിലുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിൽ ചിലയിടത്ത് ബിടെക് IIT മദ്രാസിലും IIT ഖരഗ്പൂരിലും ഒക്കെ തന്നെ ബിടെക് നാവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് എന്നുള്ള പ്രോഗ്രാംസ് ഉണ്ട്. ഇന്ത്യയിൽ 2 IIT-കളിൽ IIT മദ്രാസിൽ ഓഷ്യൻ എഞ്ചിനീയറിംഗ് വളരെ പഴക്കമുള്ള 50-60 വർഷം പഴക്കമുള്ള 1950-കളുടെ അവസാനത്തിലാണ് ഈ ഓഷ്യൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റുകൾ IIT മദ്രാസിലും IIT ഖരഗ്പൂരിലും ആരംഭിക്കുന്നത്. അവിടെ ബിടെക് നാവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് MTech നാവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് എന്നുള്ള 2 പ്രോഗ്രാംസ് ഉണ്ട്. അതുപോലെ തന്നെ ഖരഗ്പൂരിലും അതുപോലെ ഓഷ്യൻ എഞ്ചിനീയറിംഗ് നാവൽ ആർക്കിടെക്ചർ എന്നുള്ള പ്രോഗ്രാം ഉണ്ട്. IIT മദ്രാസിലൊക്കെ തന്നെ ഉള്ള വളരെയധികം ഫെസിലിറ്റികളുള്ള, അതുപോലെ തന്നെ വളരെ കോടികളുടെ ചെലവുള്ള ടോയിങ് ടാങ്ക്, കപ്പലുകളുടെ മോഡലുകളൊക്കെ തന്നെ പരീക്ഷിക്കാനുള്ള ടോയിങ് ടാങ്കുകൾ, വെയിൽ ബേസിനുകൾ, ഇതെല്ലാം IIT മദ്രാസിലും IIT ഖരഗ്പൂരിലും ഒക്കെ തന്നെ ഉണ്ട്. അത് നമ്മുടെ IIT-കളിൽ തന്നെ JEE അഡ്വാൻസ് മുഖേനയാണ് ഈ ഓഷ്യൻ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളിലേക്കുള്ള അഡ്മിഷൻ. അതുപോലെ തന്നെ നമ്മളുടെ ഇവിടെയുള്ള ഈ രംഗത്തുള്ള മറ്റൊരു സ്ഥാപനമാണ് സിഫ്നെറ്റ്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് നോട്ടിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ് എന്നുള്ളത്. ഈ സ്ഥാപനം കൊച്ചി ഹെഡ്ക്വാർട്ടേഴ്സ് സിഫ്നെറ്റ് എന്നുള്ളത്. അവിടെ പ്രധാനമായിട്ടും ബാച്ചിലർ ഓഫ് ഫിഷറീസ് സയൻസ് നോട്ടിക്കൽ സയൻസ് BFSc NS എന്നുള്ള ഒരു 4 വർഷത്തെ പ്രോഗ്രാമാണ് ഉള്ളത്. അതിനും ഒരു പ്രത്യേകമായിട്ടുള്ള ഓൾ ഇന്ത്യ എക്സാമിനേഷനോട് കൂടിയാണ് സിഫ്നെറ്റിലെ ഇത്തരത്തിലുള്ള ഈ ഒരു കോഴ്സിന് അഡ്മിഷൻ കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫിഷിംഗ് വെസലുകളുടെ പ്രവർത്തനങ്ങളും അതിന്റെ ഓപ്പറേഷനും അതിന്റെ നാവിഗേഷനും അതെല്ലാമാണ് ഈ BFSc നോട്ടിക്കൽ സയൻസിൽ വരുന്നത്. അതുപോലെ തന്നെ അവിടെ വെസൽ നാവിഗേറ്റർ കോഴ്സ്, മറൈൻ ഫിറ്റർ കോഴ്സ് തുടങ്ങിയുള്ള ചെറിയ കോഴ്സുകളും സിഫ്നെറ്റിൽ നടത്തുന്നുണ്ട്. അതുപോലെ ഇത്തരത്തിലുള്ള BSc നോട്ടിക്കൽ സയൻസ്, അതുപോലെ ഈ BFSc NS പോലുള്ള പ്രോഗ്രാമുകൾക്ക് നാവിഗേഷൻ സിമുലേറ്റർ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം പലപ്പോഴും നമുക്ക് തിയറിയും എല്ലാം പഠിക്കുക ഒരു സ്ഥാപനത്തിലാവുമ്പോൾ നമുക്കൊരു കപ്പലിലെ സാഹചര്യങ്ങൾ നമുക്ക് സിമുലേറ്റ് ചെയ്ത് പഠിക്കാവുന്ന സൗകര്യങ്ങൾ, ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നാവിഗേഷൻ സിമുലേറ്റർ വെച്ചിട്ട് നമുക്ക് ഒരു കപ്പലിൽ പോകുന്ന, കപ്പലിനെ നിയന്ത്രിക്കുന്ന ഒരു നിലയ്ക്ക് തന്നെ, അതുപോലെ തന്നെ എഞ്ചിൻ സിമുലേറ്റേഴ്സ്, മറൈൻ എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളിൽ എഞ്ചിൻ സിമുലേറ്റേഴ്സും, അതുപോലെ തന്നെ നോട്ടിക്കൽ സയൻസ് പ്രോഗ്രാമുകളിൽ ഇത്തരത്തിലുള്ള നാവിഗേഷൻ സിമുലേറ്റർ, ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ സിഫ്നെറ്റിലുണ്ട്. അതുപോലെ തന്നെ അവർക്കൊരു ട്രെയിനിങ് വെസൽ ഉണ്ട്. അതായത് ഒരു കപ്പലിൽ പോയി അവർക്ക് ഒരു ഇത്ര നോട്ടിക്കൽ മൈൽ, 4-5 നോട്ടിക്കൽ മൈൽ ദൂരം ഉള്ളിൽ പോയി ഫിഷിംഗ് വെസലാണ്, അവിടെ പോയി മീൻ പിടിച്ചിട്ട് തിരിച്ചു വരുന്ന അതിനുള്ള ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. ഞാൻ MTech പഠിക്കുന്ന സമയത്ത് ഒരു 2 വീക്സ് മറൈൻ ആൻഡ് ഇൻഡസ്ട്രിയൽ റെഫ്രിജറേഷൻ എന്നുള്ള ഒരു കോഴ്സിന് ഇവിടെ സിഫ്നെറ്റിൽ പോയിരുന്നു. ആ സമയത്ത് നമുക്ക് ഇവരുടെ പ്രശിക്ഷണി എന്നുള്ള ഈ ഫിഷിംഗ് വെസലിൽ നമുക്ക് ഒരു ദിവസത്തെ ഒരു ട്രെയിനിങ് സമുദ്രത്തിൽ പോയി, കടലിനുള്ളിൽ പോയി മീൻ പിടിച്ച് വരുന്ന അതിനെ ഒബ്സർവ് ചെയ്യുന്നതിനുള്ള ഒരു ട്രെയിനിങ് കൂടി ഉണ്ടായിട്ടുണ്ടായി. ഓൾ ഇന്ത്യ തലത്തിൽ തന്നെയാണ് ഈ വെസൽ നാവിഗേറ്റർ, മറൈൻ ഫിറ്റർ, അതുപോലെ തന്നെ ഈ BFSc NS തുടങ്ങിയ ഇതിലേക്കുള്ള പ്രവേശനം. അതുപോലെ കേരളത്തിലുള്ള ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട മറ്റൊരു സ്ഥാപനമാണ് കുഫോസ്, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ്. അവിടെ ബാച്ചിലർ ഓഫ് ഫിഷറീസ് സയൻസ് എന്നുള്ള പ്രോഗ്രാം ഉണ്ട്. അതുപോലെ തന്നെ അവിടെ മറ്റൊരു പ്രോഗ്രാം MTech കോസ്റ്റൽ ആൻഡ് ഹാർബർ എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു പ്രോഗ്രാം, MTech കോസ്റ്റൽ ആൻഡ് ഹാർബർ എഞ്ചിനീയറിംഗ് എന്നുള്ള പ്രോഗ്രാമും ഏകദേശം ഈ ഒരു ഓഷ്യൻ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ മറ്റൊരു മാരിടൈം രംഗത്തുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഏരിയ LLM ഇൻ മാരിടൈം ലോ. അത് ഗുജറാത്ത് മാരിടൈം യൂണിവേഴ്സിറ്റി, ഗുജറാത്ത് സർക്കാരിന്റെ കീഴിലുള്ള ഗുജറാത്ത് മാരിടൈം സർവകലാശാലയിൽ, അതുപോലെ മറ്റു ചില സ്ഥാപനങ്ങളിലും ഇതിന്റെ മാരിടൈം ലോ എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലും ഇതിന്റെ ഇന്റർനാഷണൽ മാരിടൈം ലോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. ഈ മാരിടൈം ലോ എന്നുള്ളത്
യഥാർത്ഥത്തിൽ അഡ്വക്കേറ്റ്സ് അല്ലെങ്കിൽ ആ രംഗത്തുള്ള ആളുകൾ, നിയമരംഗത്തുള്ളവർക്ക് സ്പെഷ്യലൈസ് ചെയ്യാവുന്ന വളരെ പ്രധാനപ്പെട്ട മേഖലയാണ്. കുറച്ച് കപ്പൽ രംഗത്തുള്ള ഒരു സാങ്കേതിക വിജ്ഞാനവും ടെക്നിക്കൽ ടേമുകളും കപ്പലുകളുടെയും മറൈൻ എഞ്ചിനീയറിംഗിന്റെയും ഒക്കെ തന്നെ ആ ഒരു മേഖലകളിൽ ഒരു എക്സ്പോഷർ ഉള്ള ഒരാൾ മാരിടൈം ലോ കൂടി പഠിച്ചു കഴിഞ്ഞാൽ അത് വളരെ, കാരണം ഈ കപ്പലുമായി ബന്ധപ്പെട്ടുള്ള ഇൻഷുറൻസ്, അതുപോലെ കപ്പൽ ആക്സിഡൻസ്, ഇതിന്റെയൊക്കെ കേസുകൾ യഥാർത്ഥത്തിൽ വളരെ കോടികൾ ഉള്ള വളരെ വലിയ അത്തരത്തിലുള്ള കേസുകളാണ് ഉള്ളത്. അപ്പൊ അതുപോലെ തന്നെ മാരിടൈം മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ലോയേഴ്സ് എന്നുള്ളത് വളരെ വളരെയധികം വളരെ സ്കോപ്പ് ഉള്ള ഒരു മേഖലയാണ്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം സാറിന്റെ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിൽ ഒരു മാർപോൾ മറൈൻ പൊല്യൂഷൻ പ്രിവെൻഷൻ എന്നുള്ള അതിന്റെ മാർപോളിന്റെ 50 ഇയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് ഉണ്ടായിരുന്നു. ആ കോൺഫറൻസിൽ ഒരു പങ്കെടുത്തപ്പോഴാണ് ഈ മാരിടൈം ലോ എന്നുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സെഷനുകൾ അതിലുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആ ഒരു രംഗത്തുള്ള വിദഗ്ധരുമായിട്ടൊക്കെ തന്നെ ഒന്ന് സംവദിക്കാൻ സാധിച്ചപ്പോഴാണ് അതിന്റെ ഒരു സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഈ ഒരുപാട് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ്, ഗവൺമെന്റിന്റെ കീഴിലുള്ള പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗിലൊക്കെ തന്നെ ബിടെക് നാവൽ ആർക്കിടെക്ചർ, ഓഷ്യൻ എഞ്ചിനീയറിംഗ്, മറൈൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് കയറാനുള്ള അവസരങ്ങളുണ്ട്. അത് ഗേറ്റും മുഖേനയോ അല്ലെങ്കിൽ നേരിട്ടോ ഒക്കെയുള്ള ഇന്റർവ്യൂ മുഖേനൊക്കെ തന്നെയുള്ള അഡ്മിഷനുകളുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ്, അതുപോലെ തന്നെ ഹൂഗ്ലി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് കൊൽക്കത്ത, അതുപോലെ ഡ്രഡ്ജിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ഇന്ത്യ കാമരാജ് എയർപോർട്ട്, ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതുപോലെയുള്ള ഒരുപാട്, പിന്നെ മസഗോൺ ഡോക്ക്, ഗോവ ഷിപ്പ്യാർഡ്, അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് വിശാഖപട്ടണം, അങ്ങനെയുള്ള ഒരുപാട് പോർട്ടുകളിലും ഷിപ്പ്യാർഡുകളിലും ഒക്കെ തന്നെ ജോലികൾക്കുള്ള സാധ്യതകൾ ഉണ്ട്. അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി, അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി തുടങ്ങിയ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ കപ്പലുകളുടെ ക്ലാസിഫിക്കേഷൻ സൊസൈറ്റി, കപ്പലുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ക്ലാസിഫിക്കേഷൻ റൂൾസ് ഒക്കെ ചെയ്യുന്ന ഇന്ത്യൻ രജിസ്റ്റർ ഓഫ് ഷിപ്പിംഗ്, അതുപോലെ തന്നെ ജപ്പാൻ കമ്പനി, ക്ലാസ് ആൻഡ് കെ തുടങ്ങിയ ക്ലാസിഫിക്കേഷൻ സൊസൈറ്റികളിലൊക്കെ തന്നെ ഇവർക്ക് ജോലിക്കുള്ള സാധ്യതകളുണ്ട്. ഇത്രയാണ് മാരിടൈം രംഗത്തുള്ളത്. ഇനി ഒരു യഥാർത്ഥ മാരിടൈം രംഗത്തുള്ളതല്ലെങ്കിലും അവസാനത്തെ 2-3 മിനിറ്റ് ഞാൻ മറൈൻ സയൻസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറയാം. അത് യഥാർത്ഥത്തിൽ നമ്മുടെ നാച്ചുറൽ മറൈൻ, മറ്റേതും ഒരു മറൈൻ ടെക്നോളജി, കുറച്ചൊരു ഹ്യൂമൻ ഇന്റർവെൻഷൻസ് ഉള്ള ടെക്നോളജികളായിരുന്നു മാരിടൈം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. മറൈൻ സയൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കടലുമായി ബന്ധപ്പെട്ടുള്ള ബയോളജി, അതുപോലെ തന്നെ ഫിസിക്സ്, ഓഷ്യനോഗ്രഫി തുടങ്ങിയിട്ടുള്ള മേഖലകളാണ്. അതിലും ഒരുപാട്, ഇതെല്ലാം ഒരു റിലേറ്റഡ് ആയതുകൊണ്ട് അത് ജസ്റ്റ് പരാമർശിക്കുന്നുള്ളൂ. ഓഷ്യനോഗ്രഫി ആണ് കടലിന്റെ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു പഠനമാണ്. അതിൽ തന്നെ ഫിസിക്കൽ ഓഷ്യനോഗ്രഫി ഉണ്ട്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഡൈനാമിക്സ് ഓഫ് ദ ഓഷ്യൻസ്, കറൻസ്, കോസ്റ്റൽ ഡൈനാമിക്സ്, വാട്ടർ മാസ് സർക്കുലേഷന്, അതുപോലെ ഓഷ്യൻ ഹീറ്റ്, ടെമ്പറേച്ചർ, അതെല്ലാം ഫിസിക്കൽ ഓഷ്യനോഗ്രഫിയാണ്. കുസാറ്റിൽ ഫിസിക്കൽ ഓഷ്യനോഗ്രഫി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു കെമിക്കൽ ഓഷ്യനോഗ്രഫി എന്നുള്ള അത് ഹൈഡ്രോ കെമിസ്ട്രി, കടലിലെ വെള്ളത്തിന്റെ ഒക്കെ രാസഘടന, അതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളും എല്ലാം തന്നെ അതുണ്ട്. അതുപോലെ ജിയോ ഫിസിക്സ് എന്നുള്ള ഏരിയയും ഇതിന്റെ കടലിന്റെ അടിത്തട്ടുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളൊക്കെ തന്നെയുണ്ട്. അതുപോലെ മറൈൻ ബയോളജി, കുസാറ്റിന്റെ ലേക്ക് സൈഡ് ക്യാമ്പസിൽ മറൈൻ ബയോളജിയുടെ വളരെ നല്ലൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഒരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു മറൈൻ ബയോളജി ഗവേഷണ ഉയർന്ന സ്ഥാപനമാണ്. അതുപോലെ തന്നെ ഓഷ്യനോഗ്രഫി എന്നുള്ളതിലേക്ക് അത്തരത്തിൽ സ്കൂൾ ഓഫ് മറൈൻ സയൻസ് യഥാർത്ഥത്തിൽ 1938 ഡിപ്പാർട്ട്മെന്റ് ഓഫ് മറൈൻ ബയോളജി ആൻഡ് ഫിഷറീസ് എന്നുള്ളതിലേക്ക് ട്രാവൻകൂർ സർവകലാശാലയുടെ കീഴിൽ ആരംഭിച്ചതാണ്. അതിന്റെ കീഴിൽ ഇപ്പോൾ അറ്റ്മോസ്ഫിയറിക് സയൻസ്, കെമിക്കൽ ഓഷ്യനോഗ്രഫി, ഫിസിക്കൽ ഓഷ്യനോഗ്രഫി, മറൈൻ ജിയോളജി ആൻഡ് ജിയോ ഫിസിക്സ്, മറൈൻ ബയോളജി എന്നുള്ള വകുപ്പുകളുണ്ട്. ഇതിലെല്ലാം PG പ്രോഗ്രാം വളരെ ഒരു 9,000 രൂപ ആണ് ഒരു വർഷത്തെ ഫീസ്. വളരെ കുറഞ്ഞ ഫീസിൽ ഈ PG പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റും. ഓരോന്നിന്റെയും എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ചിലതിന് ബയോളജി ആണെങ്കിൽ ബയോളജി പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ BSc പഠിച്ചവർക്ക് ഇതിലേക്ക് അഡ്മിഷൻ കുസാറ്റിന്റെ കാറ്റ് മുഖേനയാണ് അഡ്മിഷൻ. ഇപ്പോൾ CUT PGയിൽ നിന്നും ചില PG പ്രോഗ്രാമുകൾക്ക് കഴിഞ്ഞ വർഷം മുതൽ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് കെമിക്കൽ ഓഷ്യനോഗ്രഫിയിലാണ് MSc ഹൈഡ്രോ കെമിസ്ട്രി എന്നുള്ള പ്രോഗ്രാം ഉള്ളത്. അതുപോലെ തന്നെ മറൈൻ ജിയോളജി ആൻഡ് ജിയോ ഫിസിക്സ്, അത് വളരെയധികം സ്കോപ്പ് ഉള്ള ഒരു വളരെ അധികം പ്ലേസ്മെന്റ്സ് ഒക്കെ ഉള്ള ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, അതുപോലെ തന്നെ ഓഫ് ഷോർ ഇൻഡസ്ട്രികളിലെ ഓഫ് ഷോർ ഡ്രില്ലിംഗ് ഇൻഡസ്ട്രികളിലൊക്കെ തന്നെ അവിടേക്കൊക്കെ എക്യുപ്ഡ് ആകുന്ന ഒരു കോഴ്സാണ് മറൈൻ ജിയോളജി ആൻഡ് ജിയോ ഫിസിക്സ്. ഞാൻ സമയം ഇതോടുകൂടി ഇത്തരമാണ് നമ്മുടെ ഈ ഒരു മറൈൻ രംഗത്ത്, അതുപോലെ തന്നെ മാരിടൈം സെക്ടറിൽ, അതുപോലെ മറൈൻ സയൻസ് രംഗത്തൊക്കെ തന്നെ ഉള്ള പ്രധാനപ്പെട്ട നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഒരു സർക്കിളിൽ, നമ്മുടെ ഒരു കേരളത്തിൽ
അല്ലെങ്കിൽ കേരളത്തിന്റെ പുറത്ത് അതുപോലെ തന്നെ ഇന്ത്യയിലൊക്കെ തന്നെയുള്ള പ്രധാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാധ്യതകളുള്ള കോഴ്സുകൾ എന്നുള്ളത്. നന്ദി. ഇതോടുകൂടി ഈ ഒരു അവതരണം